ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് അടിപൊളി ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം അല്ലേ? നമ്മുടെ നാടൻ ഉപ്പുമാവ് എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരികയാണ് കേട്ടോ. പക്ഷെ ഈ ഉപ്പുമാവിന് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കൂടെ ചേർത്തിട്ടാണ് ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ഞാനൊരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 5-6 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് 2-3 ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 1 കപ്പ് റവ ഒന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് വറുത്ത റവ കിട്ടും കടയിൽ നിന്ന്, എങ്കിലും വറുത്താണെങ്കിലും ഞാൻ ഒന്നുകൂടെ ചൂടാക്കും കേട്ടോ. അതിനുശേഷം നമുക്കത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു ചട്ടിയില് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, ഇഞ്ചി അതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നു. ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആ ക്യാരറ്റും ബീൻസും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, ഒത്തിരി വഴറ്റിയെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ 1 കപ്പ് റവയാണ്, ഒരു 1.25 കപ്പ് വെള്ളം എടുക്കണേ. 1.25 കപ്പ് വെള്ളം എടുത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഇളക്കിയതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അതിനുശേഷം നമുക്കൊരു കുറച്ച് തേങ്ങ, ഒരു 1/4 കപ്പ് തേങ്ങയും കൂടെ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. തേങ്ങ ചെറുകിയതും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണേ. വെള്ളം ഒന്ന് തിളച്ച് വരുന്നുണ്ട്, നന്നായിട്ട് തിളക്കണേ. തിളച്ച് വരുമ്പോഴേക്കും കുറച്ച് മല്ലിയിലും കൂടെ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ക്യാരറ്റും ബീൻസും മല്ലിയിലൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, വേണമെന്നില്ല. ഉപ്പുമാവിന് അതൊന്നും വേണമെന്നില്ല, ഞാൻ അതൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ആ റവ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കട്ട കെട്ടാതെ ഇളക്കിയെടുക്കുക. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പൊ നന്നായിട്ട് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ പച്ചക്കറികളൊക്കെ ചേർത്ത ഉപ്പുമാവ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. നല്ല സൂപ്പർ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി പഴവും കൂട്ടി നമുക്ക് രാവിലെ ഇത് കഴിക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആണ്. കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാണുന്നത് നല്ല ഭംഗിയില്ലേ? അപ്പൊ നമ്മുടെ പഴമായിട്ട് കൂട്ടി കഴിക്കുക കേട്ടോ. അപ്പൊ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. Audio Jungle.